കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. എന്താ കേരളത്തിന്റെ തലസ്ഥാനത്തെ മാറ്റാനുള്ള പരിപാടി ഉണ്ടോ വനിതകള്? ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യൻ തലസ്ഥാനം മാറ്റുണ്ട്. കിഴക്കോട്ടൊഴുകുന്ന നദി പമ്പ, കബനി, ഭവാനി. വയകളും ഉണ്ട്, അപ്പൊ കുഴപ്പമില്ല. ശീതളട്ടോ, ശീതളട്ടോ. ആ ഞാനാണ് മൊയ്തോണേ. അച്ഛനോട് മോളെ. അച്ഛൻ ഉറങ്ങാ, വിളിക്കണോ? വേണ്ട, വിളിക്കണ്ട. അല്ലെ നിലവിളിക്കണ കേട്ട് ഇന്ത്യ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ നിലവിളിച്ചതല്ല, പഠിക്കായിരുന്നു. പഠിക്കുക? പണ്ട് സ്കൂൾ പഠിത്തം ഇതുവരെ കഴിഞ്ഞില്ല? അതല്ല, എനിക്ക് ഒരു ജോലിയുടെ ഇന്റർവ്യൂ ഉണ്ട്, അതിന് പഠിച്ചതാ. മുറുക്കി പഠിച്ചോ? ഒരു നല്ല പണി എനിക്ക് കിട്ടട്ടെ. ആ തന്ത കഴിച്ചലാട്ടെ. ആ ഞമ്മ മൊയ്തോണ്, മൊയ്തോണ്. എന്താ അതെ, പ്രാവശ്യത്തെ കാശ് അടുത്ത പ്രാവശ്യം തരാട്ടോ. അപ്പല്ല നമ്മൾ കായ് ചോദിക്കാൻ വന്നല്ലോ. ഞാൻ ഇതിലെ പോകുമ്പോ നിങ്ങളെ മോളുണ്ട് വലിയ വായിൽ ഇങ്ങനെ ഇന്ത്യന്റെ തലസ്ഥാനം കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കോഴിക്കോടല്ല, ന്യൂഡൽഹി. അത് പിന്നെ മാറ്റിയോ? നീ ഈ പത്രമൊക്കെ അങ്ങനെ ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കലുള്ളൂ, അല്ലാണ്ട് വായിക്കലൊന്നും ഇല്ലല്ലേ. അതിനൊക്കെ ഏടെ സമയം കിട്ടുന്നത് സീതലേട്ടാ. അല്ല ഇതിപ്പോ എന്താ പരീക്ഷ എന്തുണ്ട് അറിഞ്ഞ്? ഇത് ഈ മറ്റേ PSR ഇല്ലേ, PSRന്റേതാ. PSR ഇപ്പൊ ഈ ടെമ്പററി ആണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ പെർഗൻ അതാവും. അത് ഈ PSC-കാര് വന്നവരെ ടെമ്പററി ആയിരിക്കും, അത് കഴിഞ്ഞാൽ ചിലപ്പോ പോരേണ്ടി വരെയായിരിക്കും. കുഴപ്പമില്ലല്ലോ, ഇവിടെ ചൊരി കുത്തിരിക്കണേൽ ഭേദമല്ല അവിടെ പോയി കുത്തിരിക്കണേ. പോരാലോ. അയ്യ, ഞാൻ അങ്ങനെ പോരൊന്നുമില്ല. ഞാൻ അവിടെ ചെന്നിട്ടേ ബാക്കി ടെമ്പററി അപ്പോയിന്റ്മെന്റുകാരുണ്ടല്ലോ, ഞങ്ങളൊക്കെ കൂടി ഒരു സംഘടന അങ്ങോട്ട് ഉണ്ടാക്കും. എന്നിട്ട് ഈ സംഘടന കോടതി പോകും. അങ്ങനെ ഞാൻ പെർമനന്റ് ആകും. അല്ല, ജോലി കിട്ടണതിന് മുമ്പ് അവള് കൊടിയും പിടിച്ചിട്ട് കോടതി പോണ കാര്യ പറയണേ. കേരളപ്പോ ഈ നാട്ടു നടപ്പൊക്കെ ഇപ്പൊ നമ്മക്കോ പറ്റിയില്ല. ഇപ്പൊ അവർക്കെങ്കിലും ഒക്കെ പറ്റിയെങ്കിൽ നോക്കട്ടെ. ഇത് കൊടി പിടിക്കാനോ? ഇല്ലടോ, ഇത് ഗവൺമെന്റ് ജോലി. അങ്ങനെ ഇത് കേട്ടിട്ട് നല്ലൊരു പോസ്റ്റ്. ISRO അല്ലേ? PSR പേര് കേട്ട ISROനായിട്ട് എന്തോ ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കി പഠിച്ചോ, കിട്ടിക്കഴിഞ്ഞാ വലിയ കിട്ടലാ. ആൾക്കാരുടെ അടുത്ത് ഇത് തിരക്കടൊന്നുമില്ല. അല്ല, 4 ആൾക്കാർ അറിയണവരൊക്കെ ഞാനങ്ങോട്ട് പറഞ്ഞിട്ടെ. അല്ല, ബാലരമ കിട്ടിയില്ലട്ടോ. ബാലരമ പോത്ത് പോലെ ആയല്ലോ. ഇപ്പോഴും ബാലരമ വായിക്കല്? അതിനിപ്പോ എന്താ, എല്ലാരും ബാലരമ വായിക്കും. അച്ഛൻ വായിക്കാറുണ്ടല്ലോ. നിങ്ങളും വായിക്കലുണ്ട്? എന്താ കഥ. ഞാൻ കൊണ്ടുവരുന്നുണ്ട്, നാളെ കൊണ്ടുവരാം. അപ്പൊ ശരി സീതേട്ടാ. എന്നാ ശരി. അല്ലടി, നീ ഇപ്പോ എന്ത് പണിക്കാ പോണെന്ന് പറഞ്ഞേ? അച്ഛനറിയാൻ പാടില്ലേ, സ്വീപ്പർ പണിക്ക്. അതിനല്ലേ ഈ അടിച്ചു വരലല്ലേ? അതെ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നീ ഒരു കണക്കിന് സമ്മതിക്കണല്ലോ. ഉണ്ടല്ലേ ഞാൻ പറയാന്നും പറഞ്ഞിട്ട്. അച്ഛൻ എന്തിനാ എല്ലാരോടും ഇത് പറയാൻ വേണ്ടി നിക്കണേ? PSR അങ്ങോട്ട് പറഞ്ഞാ കഴിഞ്ഞില്ലേ? ഇപ്പൊ ആൾക്കാർക്ക് അറിയാകൊന്നുമില്ല. നീ ഇപ്പൊ എത്ര വരെ പഠിച്ചു? ഞാൻ 10 വരെ. ജയിച്ചോ? ജയിച്ചോ? നീ എന്താ പൊട്ടത്തിയാ? ചെവിട് കേൾക്കണില്ലേ? ജയിച്ചോ? ഞാൻ ജയിച്ചില്ല. അത് ഈ നാട്ടുകാർക്കൊക്കെ അറിയാലോ. അവനവന് കിട്ടുന്ന ജോലിയിൽ ഒരു തൃപ്തി കണ്ടെത്തുക, അതിലൊരു അന്തസ് കണ്ടെത്തുക. അത് 4 ആളോട് പറയണോണ്ട് ഒരു നാണക്കേടും വിചാരിക്കണ്ട. അച്ഛൻ അതും ഇതും പറഞ്ഞോണ്ടിരിക്കാതെ ഒന്ന് ആ മന്മഥ നേതാവിനെ പോയി കാണാമോ? അതിന്റെ കാര്യമൊന്നുമില്ല. നിനക്ക് ജോലി കിട്ടിയിട്ട് തന്നെ വേറെ ആർക്കും ജോലി കിട്ടുള്ളൂ. അച്ഛാ, അങ്ങനെ കിട്ടുമോ അച്ഛാ? എടി, അതിനുള്ള സർട്ടിഫിക്കറ്റ് നിനക്കുണ്ട്. എന്നാലും അച്ഛനൊന്ന് പോയി കണ്ടേക്ക്. എന്നാ പോവാ. നോക്കട്ടെ. നോക്കട്ടെ എന്നല്ല, ഇപ്പൊ തന്നെ പോണം. കഷ്ടം ആലോചിച്ച് നോക്കി. പഠിക്കേണ്ട കാലത്ത് പഠിച്ചില്ല, എന്നിട്ട് ഇപ്പൊ അവർക്ക് ജോലി ഉണ്ടാക്കാൻ നടക്കുക. ഞാൻ പഠിക്കാം. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ഈ ജോലിയെങ്കിലും എനിക്ക് കിട്ടുവച്ചാ? കിട്ടും മോളെ, അത് മോൾക്ക് വയ്യാത്തല്ലേ, പിന്നെ പ്രായത്തിലായില്ലേ. ഇന്റർവ്യൂ വരുമ്പോ ചോദ്യങ്ങൾക്കൊക്കെ കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഉത്തരം പറയാ. പിന്നെ നേതാവിന്റെ ഒരു സപ്പോർട്ടും കൂടി ആവുമ്പോ അങ്ങോട്ട് കിട്ടും. നടക്കാൻ അങ്ങോട്ട്. ഇത്ര ദൂരം നടക്കണ്ടേ അച്ഛാ? ഒരു ഓട്ടോ വിളിക്കാച്ചാ. മോളെ, അച്ഛന്റെ കയ്യിൽ പൈസ വേണ്ടേ? എന്റെ കൈ പിടിച്ചിട്ട് ആ തണൽ കൂടെ നടന്നോ. ബാ. എന്താ ഇവിടെ? എന്താ നിങ്ങളിവിടെ?
അല്ല ഞങ്ങള് നേതാവിനൊന്ന് കാണാൻ വന്നാണേ. ആ ഈ പാർട്ട് ടൈം സ്വീപ്പറുടെ ഒരു വേക്കൻസി ഉണ്ട് പറഞ്ഞ് പത്രത്തിലെ കണ്ടിരുന്നു, ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന്. അപ്പൊ അതിന് പങ്കെടുത്താലും നേതാവിന്റെ ഒരു താങ്ങുണ്ടെങ്കിൽ ജോലി കിട്ടിയാലോ. നമ്മൾക്ക് വയ്യാത്തൊക്കെ അല്ലേ. ശീതളിന്റെ അവിടെ ഇല്ല, ഞാൻ വേറൊരു മൂപ്പരൊന്ന് കണ്ട ആവശ്യമുണ്ട്. എനിക്കറിയാം, ശീതളിന്റെ മന്മഥനായിട്ടുള്ള ബന്ധമൊക്കെ അറിയാം. പിന്നെ അതെ, പറയാം, മകളുടെ കാര്യം പറയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ജോലി കിട്ടി രക്ഷപ്പെടാൻ ആയിക്കോട്ടെ. നടക്കട്ടെ, ഒന്ന് പറഞ്ഞേക്കണേ. ശരി, ശരി, അങ്ങനെ ആവട്ടെ. ഇത് ഞാൻ അവിടെ പോയി പറഞ്ഞ എൻ്റെ മകളുടെ കാര്യം ആരാ പറയാ? സുമേഷ് ഏട്ടാ, സുമേഷ്, മന്മഥനെ ഒന്ന് കാണാനേ. ആരെ? മന്മഥൻ സാറിനെ ഒന്ന് കാണാൻ. മന്മഥൻ സാറിന് എന്നെ വിളിക്കണം. മന്മഥൻ സാറ് ഇപ്പൊ കാണാൻ പറ്റിയല്ല, അവിടെ മന്ത്രിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. മന്ത്രി വന്നിട്ടുണ്ടോ? അത് കാറൊന്നും കാണാനില്ലോ. കാറിലല്ല, ഫോണിലൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പുള്ളി. ഇപ്പൊ വരുമോ? ഇപ്പൊ പുറത്തേക്ക് വരുമോ? എന്തിനാ? അതെ സുമേഷ് ഏട്ടാ, മോളുടെ ഒരു ജോലിക്കാരി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ. എന്നാ കേറിയിരിക്കേ. ഞാനൊന്ന് പോയി നോക്കട്ടെ. കേട്ടാ? വെറുതെ മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി പോകുന്നു. അല്ലല്ലോ, പിന്നെ അങ്ങനെ അതൊന്നും വിഷയമുള്ള കാര്യമല്ല. നമുക്ക് അടുത്ത മീറ്റിംഗിൽ അത് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യമല്ലേ. ഇല്ല, അത് നടക്കൂല. ഞാൻ എത്താം. താങ്ക് യു. മിനിസ്റ്ററാണേ, വിദ്യാഭ്യാസം. പേരക്കുട്ടിയുടെ പിന്നെ പിറന്നാളാ. കേക്ക് മുറിക്കണ സമയത്ത് ഞാൻ വേണം. പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? ഞാൻ മോളുടെ ഒരു വിശേഷം ഒന്ന് പറയാൻ വേണ്ടിട്ട് വന്നതാ. മോളുടെ കല്യാണം പറയാതെ വിശേഷം പറയാൻ വന്നല്ലേ? ആ വിശേഷമല്ല, മോൾക്കൊരു ജോലിയുടെ ഒരു കാര്യത്തിൻ്റെ. എന്തേ? അവൾക്ക് ഈ പാർട്ട് ടൈം സ്വീപ്പറായിട്ടേ ഒരു ജോലിക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. അതെ. മോളുടെ പേര് മണ്ടോദരി. മണ്ടോദരി, എനിക്കറിയാം. ഞാനത് മണ്ടോദരി അല്ലേ? അതെ അതെ. മണ്ടോദരിക്ക് വേണ്ടിയാണ് നമുക്ക് ഈ ജോലി അല്ലേ? അതെ 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 അതെ. മണ്ടോദരി ഏതൊരു പഠിച്ചു? മറ്റേ BA. അല്ല, 10ാം ക്ലാസ് തോറ്റു. പറഞ്ഞ പോലെ സീപ്പർ. ഓക്കെ. മറിമായം